ഭയങ്കര ഭാഗ്യമുണ്ട് കേട്ടോ. ITC-മാരും വരാത്തോണ്ടാണ് എന്നെ കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അല്ല, കാര്യം പറയണല്ലോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് മേലെ ആരുമില്ലെന്ന്. എനിക്ക് വല്ല കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ആരും ഒന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എന്റെ പേര് ജിൻസിമാടെ പരിചയപ്പെടുത്തിയ പേര് സുമീനാണ്. ഇവിടെ ചേർത്തലയിലെ ചമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന ശരൺകുമാർ സാറാണ് ഈ ഓപ്പർച്യൂണിറ്റി തന്നത്. ശരൺ എന്റെ നെയ്ബറാണ്, ബാല്യകാല സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആദ്യം തന്നില്ല, കുറച്ച് പ്രോഡക്റ്റുകൾ എനിക്ക് ഉപയോഗിക്കാനായിട്ട് തന്നു. ഇന്ന് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഇച്ചിരി കഥ പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ? എപ്പോഴും ഇങ്ങനെ ഓടിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ഒരു ഫ്ലോ കിട്ടാറില്ല. ഇന്നെന്തായാലും ഒരു 10-20 മിനിറ്റ് എന്നെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ കഥയൊക്കെ പറഞ്ഞുതരാം, കുഴപ്പമുണ്ടോ? അപ്പോ ശരൺ കുറച്ച് പ്രോഡക്റ്റ് തന്നു. പ്രോഡക്റ്റ് ആദ്യം ഒരു പേസ്റ്റ് തന്നു. പേസ്റ്റിന് ഞാൻ ആദ്യം നോക്കിയപ്പോ അതിനകത്ത് ഭയങ്കര വില. അപ്പൊ ഞാൻ ചോദിച്ചാ 10 രൂപയ്ക്ക് പേസ്റ്റ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് 175 രൂപയുടെ പേസ്റ്റ് എന്നാണ് ആദ്യം ചോദിച്ചത്. നമ്മൾ അങ്ങനെയാണല്ലോ മലയാളി, ആദ്യം എന്തിനാണ് നോക്കുന്നത്? MRP കിട്ടാണ്, പ്രൈസ് ടാഗ് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ പ്രോഡക്റ്റ് തന്നു. ശരന്റെ എന്റെ വീട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഫെയർനെസ് ക്രീമും ഫേസ് വാഷും ഷാമ്പും ഒക്കെ ശരൺ വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ പുറത്തേക്ക് കാറിൽ പോകുന്ന സമയത്ത് വീടിനകത്തോട്ട് ചെന്നിട്ട് ഇച്ചിരി ഷാമ്പു ഒരു കുപ്പിയിൽ എടുത്തിട്ട് വന്ന് തലവെടുക്കും. എന്താണെന്നറിയോ? സത്യമായിട്ടും കള്ളല്ല. ശരനോട് ചോദിച്ചത് പ്രിൻസിനൊക്കെ അറിയാവുന്ന പ്രിൻസൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വാങ്ങി ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. മേടിക്കാൻ കയ്യില് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ഇത് ഉപയോഗിച്ച് നോക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ചെയ്തു. പക്ഷെ 4ാമത്തെ ദിവസം ഷാമ്പു എടുക്കാനായിട്ട് ചെന്നപ്പോ അലമാരി പൂട്ടി വെച്ചേക്കുന്നു. അവന് മനസ്സിലായി ഷാമ്പുവിന്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ടെന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ കാശ് കൊടുത്ത് മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതൊക്കെ കൊള്ളാം, സാധാരണ ഇട്ടിരുന്നതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇത് വില കുറച്ച് കിട്ടും. അങ്ങനെ വില കുറച്ച് വാങ്ങിക്കണമെന്ന് വിചാരിച്ചെങ്കിലും നിലവിലെ തയ്യൽ കടയാണ് നടത്തിയിരുന്നത്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. മോള് CBSE സ്കൂളിൽ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയം, മൈലേജ് സ്റ്റൈലിൽ പോയിട്ട് വേറെ ഒന്നും എന്റെ മനസ്സിൽ കയറാത്തൊരു സമയം. കാര്യം എങ്ങനെയെങ്കിലും ദൈനംദിന ചെലവുകൾ കഴിയണം എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. പക്ഷേ ഈ പ്രോഡക്റ്റുകൾ കൊള്ളാവുന്നതുകൊണ്ട് എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ഗ്രേറ്റ് ഡയമണ്ട് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ചപ്ലൈൻ അനീഷ് ബാബു സാറ് ഞാൻ നടത്തുന്ന തയ്യൽ കടയിൽ വരികയും സാർ എന്നോട് ഈ ഓപ്പർച്യൂണിറ്റി പറയാനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കടയുടെ അകത്തോട്ട് കയറ്റിയില്ല, കൈ ഇങ്ങനെ വെച്ചിട്ട് നിന്നു. കാര്യം അന്നൊരു ഓണ സമയമായിരുന്നു. ഞാനൊരു ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സ്റ്റാഫ് എല്ലാവരും പോയി. വൈകുന്നേരം 6 മണിക്ക് കൊടുക്കേണ്ട ചുരിദാറിന് ഇദ്ദേഹം 5:30 വന്ന് നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? വരുന്ന ആളുകൾ വഴക്കിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അകത്തോട്ട് കയറ്റിയില്ല. പക്ഷെ അദ്ദേഹം ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് നേരത്തെ പണി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്നോട് ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞ് ഒരു പെപ്സി കുപ്പിയിലെ വെള്ളം എടുത്ത് വരുമ്പോ പുള്ളി അകത്തോട്ട് കയറി. പിന്നെ പെട്ട് ഒരു മനുഷ്യൻ ഒരാളത്തനല്ല നമ്മുടെ കടയിലേക്ക് വന്നല്ലേ എന്ന് വെച്ച് ഒരു സ്റ്റൂള് നീക്കിയിട്ട് കൊടുത്തു. പുള്ളി ആ അവസരം നന്നായി വിനിയോഗിച്ചു. 10-15 മിനിറ്റ് പോയി. പുള്ളി ഇങ്ങനെ പ്രോഡക്റ്റ് പറയുമ്പോഴും ഞാൻ ആ ചുരിദാറായിട്ട് ഇങ്ങനെ നോക്കും, ആ ചേച്ചി വരുന്നുണ്ടോ നോക്കും. ഒന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ശരണാണ് കീരി വന്നിട്ട് ശരിയാ വന്നിട്ട് ചെങ്കീരിനെ, അങ്ങനെയല്ലേ നമ്മൾ പറയണം, കീരി വന്നിട്ട് പാമ്പിനെ കൊല്ലാൻ പറ്റാണ്ട് വരുമ്പോ ചെങ്കീരിനെ ഇറക്കും. സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇത് അവനൊപ്പിച്ച പണിയാണ് സാറെ, ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരൺ പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, നീ സാറിനോട് പ്രോഡക്റ്റ് മേടിക്കാന്ന് പറഞ്ഞില്ലേ, നീ പ്രോഡക്റ്റ് മേടിക്കാൻ പറയണം. അപ്പൊ അതിന് പൈസ ഇല്ല, നിനക്കറിയാലോ. അപ്പൊ അവനൊരു പാട്ട് പാടും, ഇപ്പോഴും പാടും അവൻ ആ പാട്ട് നിർത്തൂല. കാര്യം എന്താണെന്നറിയോ? ഏതുകൊണ്ടാച്ചി വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പു. കഴുത്തിലൊരു കുഞ്ഞു മാലയുണ്ട്. എനിക്ക് മനസ്സിലായി പുള്ളിയുടെ നോട്ടം ആ മാലയില്ല. കാര്യം 25 ലക്ഷം രൂപ ബാധ്യതയിൽ നിൽക്കുന്ന സമയമാണ്. ഒരുപാട് ഞാൻ സഹായിച്ചിട്ടുണ്ട്, സഹായിച്ചതിന്റെ കണക്ക് പറയല്ല. അതിന് ഇരട്ടി എനിക്ക് ഈ ഇൻഡസ്ട്രിയിലൂടെ മേടിച്ചു തന്നിട്ടുള്ള ഒരു സുഹൃത്താണ്. എന്നാലും അവര് കൊടുത്താൽ പണ്ടാരക്കുറ്റിയിൽ ഇട്ടുപോലെ ഞാൻ ആ മാല ഊരി കൊടുത്തില്ല. പകരം ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് അന്നൊരു 6000-7000 എത്ര രൂപ കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പൈസ വാങ്ങിച്ചു ഞാൻ ശരന്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് പ്രോഡക്റ്റ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് ഇരുന്നത്. അപ്പൊ നോക്കിയപ്പോ 5-6 പേസ്റ്റ്, ഷാമ്പു, സോപ്പൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി, നമ്മൾ ഇതിനകത്ത് പെട്ടു അല്ലേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കണം കുറെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ കാശ് വെട്ടിക്കാനുള്ള എന്തൊക്കെയോ പരിപാടികൾ അങ്ങനെ തോന്നിയ ആൾക്കെങ്കിലും, ആത്മാർത്ഥമായിട്ട് അങ്ങനെ തോന്നിയ ആൾക്കാരെനിക്ക് ഒന്ന് കൈവർത്തിക്കേ. ഇതെന്തോ പെടുത്താൻ കൊണ്ടുവന്ന് എല്ലാവർക്കും തോന്നണില്ലേ, നല്ല ആൾക്കാരെ, എന്നെ പോലത്തെ ആൾക്കാരല്ല. അങ്ങനെ വാങ്ങി വെച്ചു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിയുന്നത്. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, മാല എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോഴാണ് ഞാൻ കുടുങ്ങിയത്. കാര്യം നമ്മൾ ചില ആവേശത്തിന് പുറത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ സുഹൃത്തുക്കൾക്കൂടെ. അപ്പൊ ശരണ് പൈസ കൊടുത്ത കഥയൊക്കെ അറിയാം. ഇവര് നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ
ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചു, ഞാൻ ഗൾഫിൽ പോയിട്ട് ആകപ്പാടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ മാലയും കൂടി നീ അവന് പണയം വെക്കാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു അവന്റെ കയ്യിൽ കൊടുത്തില്ല, ഞാൻ പണയം വെച്ചേക്കുവാണ്, പ്രോഡക്റ്റ് വെച്ചാൽ. എന്നോട് പറഞ്ഞു മാലയും കൊണ്ട് നീ വീട്ടിൽ കയറിയാൽ മതി. എങ്ങോട്ട് പോവാനാ? വേറെ പോവാൻ വല്ല സ്ഥലം ഉണ്ടോ? 1000 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത ഞാനൊരു ഹോട്ടൽ മുറിയെ പോലും ചിന്തിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ട് നിർബന്ധപൂർവ്വം വരുന്ന കസ്റ്റമേഴ്സിന് മുഴുവൻ ഈ പ്രോഡക്റ്റ് അങ്ങ് കൊടുത്തു. ഈ പ്രോഡക്റ്റ് ഒക്കെ ആളുകൾ കൊണ്ടുപോയപ്പോ സമാധാനം. ബാങ്കിൽ പോയി മാല പണയത്തിൽ നിന്ന് എടുപ്പിച്ച് പോയി 1500 രൂപ എനിക്ക് കൂടുതൽ കയ്യിൽ ബാലൻസ് വന്നു. നിങ്ങൾ കൈയടിക്കണം. കാര്യം എന്താണെന്ന് അറിയാം, അതുവരെ ഞാൻ ചെയ്തോണ്ടിരുന്നത് 5000 രൂപയ്ക്ക് വെച്ചിരിക്കുന്ന മാല കൊണ്ടുപോയി 5500 6000 കിട്ടുമെന്ന്. അങ്ങനെ തന്നെയല്ലേ പുതുക്കിയല്ലേ നമ്മൾ വെക്കുന്നത്, അല്ലെ? പുതുക്കി വെക്കുന്ന സമയത്ത് എനിക്ക് എക്സ്ട്രാ അത് കഴിഞ്ഞപ്പോൾ 1500 കിട്ടിയപ്പോ എനിക്ക് ഒരു സംഭവം കൊള്ളാം, ഈ പ്രോഡക്റ്റ് കൊടുത്തിരുന്നാലും പേടിയാ. പിന്നെ മാല കൊണ്ട് പണയം വെക്കണ്ടേ, 1500 രൂപയ്ക്ക് പ്രോഡക്റ്റ് കിട്ടുമെന്നൊന്നും അന്നറിയില്ല. അങ്ങനെ അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോന്നു. ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോഡക്റ്റിന് റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ. കാര്യം ഞാൻ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് കൊണ്ടുപോയ ഹെയർ ഓയിലും ഷാമ്പും പേസ്റ്റും സോപ്പും ഒക്കെ വാങ്ങി വെച്ചത് എല്ലാം കൊണ്ടുപോയ ആളുകൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി അന്ന് തന്ന ഒരു എണ്ണ തരുമോന്ന് ചോദിച്ചു. അന്ന് എണ്ണ എന്ന് പറയാനേ എനിക്ക് പറയുള്ളൂ. മഹാഭൃംഗരാജ ഹെയർ ഓയിലൊന്നും കൂട്ടി വായിക്കണേന് മുന്നേ തന്നെ ഇതെന്ത് ചെയ്തു, വിറ്റു. അതിനകത്തുനിന്ന് 105 രൂപ കിട്ടി. സന്തോഷം. അപ്പോഴാണ് ഇവര് വരുന്നത്. അപ്പൊ ഞാൻ ശരണ്യെ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഈ ആളുകൾ ഈ എണ്ണയൊക്കെ തിരക്കുന്നുണ്ട്, ഇത് കുറച്ചും കൂടെ കിട്ടാൻ എന്താ മാർഗം? അപ്പൊ എന്നോട് കാശ് കൊണ്ടുവന്നാ മേടിച്ചു തരും. കാശ് കൊടുത്തിട്ട് കാത്തിരിക്കുക. 2 ആഴ്ചയായിട്ട് എണ്ണയില്ല, സോപ്പില്ല. എന്താണെന്നറിയോ? പിന്നെ അറിയണം കേരളത്തിൽ ഓഫീസില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ലാത്ത ഒരു സാധനം എങ്ങനെയാ മനുഷ്യൻ വിൽക്കണേ? അപ്പൊ എന്നോട് നിക്ക്. അപ്പൊ ഞാൻ നോക്കുമ്പോ പ്രിൻസ് കുറച്ച് കാശ് കൊടുക്കും, ഞാൻ കുറച്ച് കാശ് കൊടുക്കും. കുറെ അവനെ കണ്ടെടുത്തിയ കുറെ കൂട്ടുകാരെല്ലാരും കൂടെ 2000-3000 ഒക്കെ സ്വരും കൂട്ടിയിട്ട് ഏത് സ്ഥലത്താ പ്രിൻസേ? കുളനടയോ? കുളനട എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും. ആ സ്ഥലത്ത് പോയിട്ട് വേണം പ്രോഡക്റ്റ് എടുക്കാൻ. ഞാൻ പറഞ്ഞു, എടാ കൊള്ളാം, നല്ല പണിയാ, പൈസ ഇങ്ങനെ തരും. പക്ഷെ ആള് പൈസ തരില്ല. പോകാനായപ്പോ പിന്നെയും വന്നേക്കണം, എടി ഒരു 200 രൂപ കൂടെ തരുള്ളൂ. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? വണ്ടിക്കാശില്ല. സീരിയസ്ലി. എന്താണെന്നറിയോ, അന്നത്തെ ഒരു ലീഡേഴ്സിന്റെ സാഹചര്യം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോ കൊണ്ടുവന്നത് എന്താണെന്നറിയാവോ? ലിവഗെയിൻ, വെൽഹാർട്ട്, ചാമ്പി തൈലം. ഞാൻ ചോദിച്ചെന്താ? പേസ്റ്റ്, ഷാമ്പു, സോപ്പ്. ഞാൻ ഒരു ഒറ്റ എറിഞ്ഞിട്ട് ഞാൻ പറയടാ ഇതല്ല കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്നോട് ആളുകൾ ചോദിച്ചിരിക്കുന്നത് പേസ്റ്റും ഷാമ്പൂ സോപ്പൊക്കെയാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അവിടെ ചെന്നപ്പോഴേക്കും ആളുകളൊക്കെ അത് എടുത്തോണ്ട് പോയി, തീർന്നു. ഞാൻ പറഞ്ഞു എന്റെ കാശ് എനിക്ക് ഇപ്പൊ തരണം, എനിക്ക് ഇതൊന്നും വേണ്ട. പക്ഷേ ഞാൻ ബഹളം വെച്ചെങ്കിലും ശരൺ അത് അവിടെ വെച്ചിട്ട് പോയി. ഞാൻ ഇത് കൊടുക്കാൻ നിർബന്ധിതയായി. കാരണം ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യും? നമ്മുടെ പൈസയല്ലേ നമ്മൾ കൊടുത്തേക്കണേ. അങ്ങനെ ലിവഗെയിൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ, ചാമ്പിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഞാൻ അതിനകത്ത് എഴുതിയതൊക്കെ വായിച്ചു വിട്ടിട്ട് മഞ്ചിഷ്ട മരമഞ്ഞളൊക്കെ ഞാൻ ആദ്യം കേൾക്കും. അതിനകത്തുള്ള ഒരു പേരും എനിക്കറിയില്ല. വല്ല മലയാളം ആയിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാവും. പിന്നെ എന്നോട് ഞാൻ ചേട്ടാ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ എന്താ മാർഗം? അപ്പൊ പറഞ്ഞു, ബാ എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോയിരിക്കാം. ഞാൻ പറഞ്ഞു, ഇനി മീറ്റിങ്ങിന് കാശ് കൊടുക്കണോ? വേണം, അതൊക്കെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. തൊട്ടപ്പുറത്ത് അനുഗ്രഹ ഹോട്ടലിൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആ ഹോട്ടലിൽ കയറുന്നത്. അവിടെ ചെന്നിരുന്നു, മീറ്റിംഗ് ഒക്കെ നടന്നു. മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പോ എനിക്കൊരു വല്ലാത്തൊരു വശപ്പശത്. വേറെ ഒന്നുമല്ല, നോക്കുമ്പോ 5-6 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ ഹൈലൈറ്റ് ചെയ്ത ഒരാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു പരിധി വരെ അദ്ദേഹം കാരണമാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. വേറെ ആരുമല്ല, അന്ന് അദ്ദേഹം തഹസിൽദാറായിരുന്നു. ചാൾസ് എന്നാണ് പേര്. ഞങ്ങളുടെ അപ്ലീനാണ്. പിന്നെ അനീസ് സാറുണ്ട്. പിന്നെ എനിക്ക് മുഖപരിചയമില്ലാത്ത കുറെ ആ മുഖമൊന്നും ഇന്നും പരിചയമില്ല. എവിടേക്കോ പണിയെടുത്തോണ്ടിരിക്കുന്നു. പക്ഷെ അന്ന് അവിടെ ചെന്നിരുന്നപ്പോ ഞാൻ ഈ പുള്ളിക്കിട്ട് ഇടക്കിടക്ക് നോക്കണ്ടെന്നറിയോ, ഞാൻ ആദ്യമായിട്ട് ഒരു തഹസിൽദാറിനെ അടുത്ത് കണ്ടേ. സാറിനെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ നോക്കി, ഇത് തട്ടിപ്പ് പരിപാടിയാണെങ്കിൽ ആദ്യം പുള്ളിനെ പിടിച്ചു. ഇല്ലേ, എനിക്ക് പോകാൻ എന്താ ഉള്ളത്? 4-5 മെഷീനും ഉണ്ട്, 2-3 സ്റ്റൂളും ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. പക്ഷെ പുള്ളിക്ക് അതല്ല. പുള്ളിക്ക് എന്താണ്? സത്യമായിട്ടും ഞാനിപ്പോ ചിന്തിച്ചത്, ഈ ആളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടല്ലേ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുള്ളൂ. അങ്ങനെ 2-3 ആഴ്ച ഞാൻ ഇങ്ങനെ പോയപ്പോ ഒരു ദിവസം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ എന്റെ ഹസ്ബൻഡ് കുറച്ചു നാളൊക്കെ അങ്ങനെ നിന്നു. ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന്റെ കൂട്ടത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് പാഞ്ഞു പോണത് കണ്ടു. അപ്പൊ തന്നെ എന്റെ നെഞ്ചിൽ എന്താ പറയാ, കൊള്ളിയാൻ മിന്നി. വീട്ടിൽ ചെല്ലുമ്പോ, നിന്റെ ഭാര്യ ഒരു ഹോട്ടലിൽ നിന്ന്, അതിന് ഹോട്ടൽ എന്നല്ലേ പറയുന്നേ, ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനും ഹോട്ടൽ എന്നാണ് പറയുന്നത്, താമസിക്കുന്നതിനും എന്താ പറയുന്നത്, ഹോട്ടൽ എന്നാണ്. വീട്ടിൽ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, നീ എവിടെ പോയത്? ഞാൻ പറഞ്ഞു, തയ്യലിന്റെ സാധനങ്ങൾ മേടിക്കാൻ പോയതാ. അപ്പൊ എന്നോട് ചോദിച്ചു, അനുഗ്രഹ ഹോട്ടലിലാണോ ഇപ്പൊ തയ്യലിന്റെ സാധനങ്ങൾ വെക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു സത്യമായിട്ടും ഞാൻ പോയത് ഇതിന്റെ ഒരു മീറ്റിംഗ് കേൾക്കാനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ പരിപാടി ഇവിടെ വെച്ച്
നിർത്തിക്കോ. പക്ഷെ ഞാൻ ഒന്നും മിണ്ടിയില്ല. അടിയിട്ട മാലെടുത്ത് പണയത്തിൽ നിർത്തിന്റെ കോൺഫിഡൻസിൽ നടക്കുക. അപ്പൊ എന്നോട് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, തയ്ക്കാനെന്ന് പറഞ്ഞ കടയിലേക്ക് പോണൊക്കെ കൊള്ളാം, വേറെ അലമ്പ് പരിപാടിക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ പ്രോഡക്റ്റൊക്കെ പതുക്കെ 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 വിറ്റു തുടങ്ങി, കുറച്ച് പൈസ കിട്ടി തുടങ്ങി. ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഞാനൊരു 2 വീലർ മേടിക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എവിടെന്നാ പൈസ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പ്രോഡക്റ്റ് ഒക്കെ വിറ്റിട്ട് കുറച്ച് കാശ്. നീ ഈ പരിപാടി നിർത്തിയില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, നല്ല പരിപാടിയാണ്, നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ വിറ്റ് കുറച്ച് നാൾക്ക്. അങ്ങനെ സുസുക്കിയുടെ ഒരു ആക്സസ് വാങ്ങി അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ആദ്യം വന്നു. നിങ്ങൾ കൈയടിക്കൂല, എനിക്ക് വലിയ കാര്യമാണ്. കാര്യം 2-3 കിലോമീറ്റർ ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നടന്നാണ് എന്റെ തയ്യൽ കടയിലേക്ക് പോയിരുന്നത്. അന്ന് എന്റെ അപ്ലൈൻ, അതായത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് പറയായിരുന്നു, നീ ഒരു ദിവസം കാറില് നിന്റെ ഡ്രൈവറുമായിട്ട് നിന്റെ കടയുടെ മുന്നിൽ വന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് പോടാ. കാര്യം എന്റെ മൈൻഡിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പറ്റുമോ? സ്കൂട്ടർ മേടിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ എവിടുന്ന കാറിൽ വരുന്നേ. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു നെറ്റ്വർക്കിന് ചെന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോ ഇവിടെ കേരളത്തിൽ മൊത്തം പ്രശ്നം ഉണ്ടായി. അത് കൂട്ടിപ്പോയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. കാര്യം എന്താണെന്ന്, ഇതിന് എപ്പോഴാണ് കൂട്ടിപ്പോകുന്നത്? ആ പേടിയിലാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ കാറൊന്നും നമ്മുടെ മനസ്സിൽ കയറില്ല. പക്ഷേ അവിടെ ആ സ്കൂട്ടറിൽ പതിയെ പതിയെ എന്താ പറയാ, 9:30 മണിക്കാണ് കട തുറക്കുന്നത്. ഞാൻ 7 മണിക്ക് കടയിൽ ചെല്ലും, കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കുട്ടികൾ കടയിലെ തയ്ക്കുന്ന പിള്ളേര് വരുന്ന 9 മണിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രോഡക്റ്റുമായിട്ട് ഡിക്കിയുടെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടാണ് മുമ്പ് കൊണ്ടുപോയി, വീട്ടിൽ കാണാതിരിക്കാൻ. അങ്ങനെ പതിയെ 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 ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഏതോ ഒരു ദിവസം ഇതേപോലെ വീണ്ടും ഏതോ ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാലൊന്ന് തീരുമാനിക്കാം. വെറുതെ കോൺഫിഡൻസിന് പറഞ്ഞാ. ഞാൻ നോക്കിയപ്പോ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സത്യം കിട്ടും. ഇദ്ദേഹം ചോദിക്കുന്നേ, സാക്ഷിയുണ്ട്, പ്രിൻസ് മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. പ്രിൻസ് ഒക്കെയാണ് പിന്നെ പോയി പിടിച്ചോണ്ട് വന്നത്. കാര്യം അദ്ദേഹം ഇറങ്ങിപ്പോയത് എന്താന്ന് വെച്ചാല്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മുടെ സമൂഹത്തിൽ അത്ര നല്ല ധാരണയൊന്നും അല്ല. പോരാത്തതിന് സ്വന്തം ഭാര്യ അങ്ങനെ പോകുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് പ്രശ്നമല്ലേ. നാട്ടിൽ ഒരുപാട് പൊട്ട കമ്പനികൾ വന്ന അവന്മാരെ ഞാൻ പ്രാഗിയിട്ടുള്ള സമയം. ഇവന്മാരെ കൊണ്ട് ചത്തുപോയിരുന്നെങ്കിൽ. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പോണ നല്ല പ്രോഡക്റ്റാ, കാശ് കിട്ടുന്നുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. പുള്ളി ബഹളം വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഉമ്മ ചോദിച്ചു, നിനക്ക് ഇപ്പൊ സമാധാനമായല്ലോ? കാര്യം എന്താ, പുള്ളി പോയില്ല. ഞാൻ പക്ഷേ ഉണ്ടല്ലോ, എല്ലാത്തിനും അവസരമായിട്ട് എടുക്കുന്ന ഒരാളാണ്. പുള്ളി പോയാലും ബൂമറങ്ങാണ് തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എവിടെ പോകാനാ പോയാലും എന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസിൽ 2 മാസക്കാലം ഞാൻ ശക്തമായി പ്രവർത്തിച്ചു. അന്ന് ഞാൻ 1 ലക്ഷം മാച്ചിങ് ബിസിനസ് വോളിയത്തിൽ നിന്നെങ്കിൽ 2 മാസം കൊണ്ട് കമ്പനിയുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് ഞാൻ ഓടിയെത്തി. കാര്യം പുള്ളി ഇല്ലാത്ത സമയം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ് ചെയ്യുമ്പോൾ. അജയ്ക്കൊക്കെ ഇത് പുതിയ കഥയാണെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ അറിയുള്ളൂ. അജയ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരുന്ന് നോക്കുന്നത്. സത്യം, അദ്ദേഹം വന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പാലാരിവട്ടത്ത് പ്രോഗ്രാം സെന്ററിന്റെ അവിടെ വന്നത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിക്കും, സുമിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? കാര്യം എനിക്ക് വല്ലതും കിട്ടി, ഇനി കുറെ കാശൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ പുള്ളിനെ ഞാൻ ഉപേക്ഷിച്ചു പോയാലോ എന്ന് ഓർത്തിട്ടായിരിക്കും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരും. ശനിയാഴ്ച ഇത് ചോദിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഈ ബുമറാങ് എന്റെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു, പോയില്ലേ? അല്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് നാട്ടിൽ പോയതാണ്, അവിടെ ചെന്ന് ഞാൻ പെട്ടുപോയി. പക്ഷെ അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ ഓരോരോ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പോലും അറിയാണ്ട് എന്റെ വരുമാനം പതിയെ 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 ഉയരാൻ തുടങ്ങി. അതിന് പക്ഷെ എന്റെ മോള് വഴക്കിട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ വഴക്കിട്ടിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെ വിളിക്കുമ്പോഴൊക്കെ അവന്മാരോട് ഞാൻ ചോദിക്കും, എടാ ആധാർ കാർഡ് ഒന്ന് അയച്ചതാ, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞ നമ്പറൊക്കെ ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കഴിച്ചോന്നൊക്കെ ചോദിക്കുന്ന ലെവലിലേക്ക് എത്തി. പക്ഷെ അവന്മാരുടെ ഒന്നും ഐഡി ഞാൻ അടിക്കൂല. കാര്യം എന്താണെന്നറിയോ, 3 ലക്കേ ഇപ്പോഴും, 4ാമത്തെ ലക്കി വന്നാൽ മതി. കാര്യം എനിക്ക് സമയമില്ലെന്നേ. ഇപ്പോ അന്നൊരു ആധാർ കാർഡ് ചോദിച്ച് അവരുടെ പിന്നാലെ നടന്നപ്പോ നമ്മൾ സുഹൃത്തല്ല എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം വന്ന, ഇപ്പൊ ഇവിടുന്ന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പോയ പ്രിൻസാറിനെ പോലെ സാധാരണ ഡ്രൈവർമാരും മത്സ്യത്തൊഴിലാളികളും സാധാരണ തൊഴിലുറപ്പുകാരും ഒക്കെ എനിക്ക് ഇപ്പൊ ഉണ്ട് ഇല്ലേ. അന്ന് ആരും ഇല്ലാഞ്ഞപ്പോ ഇവരെ വിളിച്ചപ്പോ 1.5 ലക്ഷം 2 ലക്ഷം ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് വീട്ടിൽ പിള്ളേരെ നോക്കി ഇരിക്കുന്ന ഭാര്യ ജോലിക്കുള്ളൂ. സത്യം, സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഇതാക്കി പറയല്ല. അന്ന് ഞാൻ അവരോട് പറയാം, ഇതൊരു നല്ല ബിസിനസ്സാണ്, നാളെ ഇത് ഭാവിയിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. നീ ഒറ്റക്ക് ഉണ്ടാക്കിക്കോ, ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഇപ്പൊ എന്നോട് ചോദിക്കുക, എവിടെയാ മീറ്റിംഗ്, നീ എപ്പോഴാ എറണാകുളത്തല്ല? ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്തില്ല. ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയാം. കാര്യം എന്താണെന്ന് പറയാം, നമ്മളെ വിശ്വസിച്ച് വന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിൽ ഓഫീസ് ഇല്ലാത്ത സമയം, കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയമൊക്കെ നമ്മളോട് ചേർന്ന് നിന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അച്ചീവ്മെന്റുകളിലേക്കാൾ വലുതെന്താ, നമ്മളെ വിശ്വസിച്ച് കൈ കൊടുത്തപ്പോഴേ ആയുഷ് ഉണ്ടോന്ന് നോക്കാതെ, ISC ഉണ്ടോന്ന് നോക്കാതെ നമ്മുടെ കൈ പിടിച്ച കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 2,10,000 മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ 2,10,000 മേടിച്ചത്. അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും മേടിച്ചിട്ടില്ല. ഇനിയും
ആയിരക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നു. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളോടൊപ്പം വന്നവർ ചിലപ്പോൾ കഴിവ് കുറഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കാം. പക്ഷെ നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റിയ ഈ ലോകം മുഴുവനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവിൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ശരൺ എപ്പോഴും പറയും, നിന്നെ ഞാൻ ഈ ബിസിനസ്സിൽ സീരിയസ് ആവുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ല, കൊണ്ടുവന്ന 15 പേരും ഇപ്പൊ ജോലിക്ക് പോകുന്നെങ്കിൽ സുമിയുടെ തലയിലാണ് MI വരച്ചത്. അതുകൊണ്ട് ആഴ്ചയിൽ 2,10,000 മേടിക്കുന്നു. എപ്പോ വരുന്നു, ആര് വരുന്നു എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദീർഘിപ്പിച്ച് പറയുന്നത്, ഇവിടെ ഒരുപാട് സ്ത്രീജനങ്ങൾ ഇരിപ്പുണ്ട്, ഇവർക്കും ഇതേ പ്രശ്നം ഉണ്ടാവും. ട്രെയിനിങ് മീറ്റിംഗ് ഒക്കെ കേട്ട് മോട്ടിവേഷൻ മൂത്ത് ബലൂണൊക്കെ വെറുപ്പിച്ച് വീട്ടിലേക്ക് പോകും. ഇതുമായിട്ട് നിൽപ്പുണ്ട്. എന്തുമായിട്ടാ? മുട്ടസൂചിയായിട്ട്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? വികസിച്ച് നിൽക്കരുതപ്പാ, അത് പതുക്കെ ഒന്ന് ഏറ് കുറച്ച് പതുക്കെ കാറ്റഴിച്ച് വിട്ടിട്ട് അനങ്ങാതൊന്ന് നിൽക്കണം. ഞാൻ ഈ വികസിപ്പിക്കാൻ പോയതാണ് CTC ആയാലും അല്ലെങ്കിൽ ITC ആയാലും. കാര്യം എന്താണെന്നറിയോ? ഒന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 പറയും. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അത് ചെയ്യരുത്. പക്ഷെ അങ്ങനെ പതിയെ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്തു. ഒരു സ്വപ്നമായിരുന്നു, വേറെ ഒന്നുമല്ല. കാറ് സ്വപ്നമാവാനൊരു കാരണമുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വാപ്പിയുടെ വീടും ഉമ്മയുടെ ഫാമിലിയും ഒക്കെ അടിപൊളി ഫാമിലിയാണ്, പൈസയ്ക്കുള്ള ആളുകളാണ്. പക്ഷെ ഞാൻ പലപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളില് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്റെ വാപ്പി ഉമ്മയും കാറിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവരുടെ സാമ്പത്തിക സ്ഥിതിയോളം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ഇവരെ കാറി. നമുക്ക് അന്ന് തിരിച്ചറിവില്ലല്ലോ. പക്ഷെ വളർന്നു വരുമ്പോ എന്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ജോലി ചെയ്ത് കാറ് മേടിക്കണം. 15-16 വയസ്സിൽ ഞാൻ പാർട്ട് ടൈം പല ജോലികളും ചെയ്തു. ഒരു 35 എത്തിയപ്പോ എനിക്ക് മനസ്സിലായി, കാറ് പോയിട്ട് ഉത്സവപ്പറമ്പിൽ ഇരിക്കുന്ന ഒരു കാറ് പോലും മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷെ അന്ന് ആഴ്ചയിൽ 2,10,000 മേടിക്കുന്നത് ഒരു റിവെഞ്ചിന്റെ പുറത്ത് ഓടിയതാ. എന്നെ കുറെ ആളുകൾ കളിയാക്കിയിട്ടുണ്ട്, കുറെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ തളർന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന ആളുകളൊന്നും വീട്ടിൽ അരിയൊന്നും മേടിച്ചു തരില്ല. തരുമോ? കുട്ടികൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ട് 500 രൂപ വെച്ച് എന്ത് പറയും? ഈ സാഫിൽ അടച്ചു വരുന്നല്ലേ അജയ്? ആ ചേപ്പുള്ള ആളുകളൊക്കെ വീട്ടിൽ ചെന്ന് കുത്തിപ്പിടിച്ച് പൈസ മേടിക്കും. അജയ്ക്ക് എന്തായിരുന്നു നേരത്തെ പണി? ആ സമയത്തുള്ള ആളുകൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് തരില്ലെങ്കിൽ ഈ വിമർശിച്ച ആളുകളുടെ മുമ്പിൽ നാക്കുകൊണ്ട് കുറെ പ്രയോഗം നടത്തി ക്ഷീണിച്ചതല്ലാതെ ഒരു പ്രയോജനം കിട്ടാതെ വന്നപ്പോൾ 2016 ഐഡിയ അടിച്ചു. 2017 ബിസിനസ് പതുക്കെ പിച്ച് വെച്ച് തുടങ്ങി. 2018 ആഴ്ചയിൽ 2,10,000 വാങ്ങി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴല്ല, സ്മാർട്ട് വർക്ക് ചെയ്താലേ 2,10,000 കിട്ടുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താണ് അന്ന് 2,10,000 മേടിച്ചെങ്കിൽ പിന്നീട് മേടിച്ച 2,10,000 എന്താ ചെയ്തതെന്ന് അറിയോ? ഓർഗ് 1 ഒരുത്തന്നെ 2,10,000 സ്വപ്നം കൊടുത്തു, ഓർഗ് 2 ഒരുത്തന്നെ 2,10,000 സ്വപ്നം കൊടുത്തു. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് മോനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോ അവർക്ക് 2,10,000 കിട്ടിയപ്പോൾ എനിക്കും ആഴ്ചയിൽ 2,10,000 കിട്ടി. പിന്നെ ചില ആൾക്കാർ ഓർക്കും, ഈ ബിസിനസ്സിൽ 2,10,000 കിട്ടാനാണോ നമ്മൾ കടന്നു വന്നത്? തീർച്ചയായിട്ടും അല്ല. ഞാൻ കടന്നു വന്നത് മോൾക്ക് 1,200 രൂപ സ്കൂൾ ഫീസ് കൊടുക്കണം, 4,000 രൂപ വീടിന്റെ റെന്റ് കൊടുക്കണം. അപ്പൊ എത്ര രൂപയായി? 5,500 രൂപ. ഞാൻ തയ്യൽ നടത്തുന്നതിന്റെ കൂടെ എക്സ്ട്രാ ഒരു 5,000-ഓ 6,000-ഓ രൂപയാണ് പ്രതീക്ഷിച്ചു വന്ന്. അന്ന് തയ്യല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ഒരു 3-4 വർഷം പാർട്ട് ടൈം ആയിട്ടാണ്, എനിക്ക് തോന്നുന്നു DTC ZTC ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഈ ബിസിനസ്സിലേക്ക് പതുക്കെ ശക്തമായി ഇറങ്ങി തുടങ്ങിയത്. പക്ഷെ STC ആയപ്പോഴേക്കും 2,10,000 കിട്ടി. അന്ന് വളർച്ചയെത്താത്ത സീലിംഗ് അച്ചീവർ ആയിരുന്നു. കാര്യം ബിസിനസ് എന്താണെന്ന് അറിയില്ല, എനിക്ക് അറിയില്ല സീലിംഗ് എങ്ങനെയാണ്. കാരണം എന്റെ ഒരു ബ്രാഞ്ചിൽ വരുന്ന ആളാണ് പ്രിൻസ്, എന്റെ ഇപ്പുറത്തെ ബ്രാഞ്ചിൽ വേറെ ആളുകളുണ്ട്. ഓൾറെഡി ഇപ്പുറത്തും അപ്പുറത്തും 17 ലക്ഷം വന്നാൽ മതി എന്ന് മാത്രമേ അറിയുള്ളൂ. ആവേശത്തിന് പുറത്ത് ഒരു മീറ്റിംഗിന് കയറി വിളിച്ചു പറഞ്ഞു, ഞാൻ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 17.5 ലക്ഷം വെച്ചിട്ടാണ് ആ വീക്കിൽ 2,10,000 മേടിച്ചത്. ചില്ലറ പണിയാണോ? നിങ്ങൾക്ക് മനസ്സിലായില്ല, പുതിയ ആളുകൾക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നോടൊപ്പം വന്ന് ഓടിയതിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കാണിച്ചു കൊടുക്കാൻ പ്രിൻസ് മാത്രമേ ഉള്ളൂ. കാര്യം അന്ന് പ്രിൻസ് എന്നോടൊപ്പം കട്ടൊക്കെ ഓടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പ്രിൻസിന്റെ ഒരു മീറ്റിംഗ് കുമ്പളങ്ങിയിൽ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചേർത്തലയിൽ നിൽക്കണല്ലേ പ്രിൻസെ, ചേർത്തലയിൽ നിൽക്കുന്ന സമയം പ്രിൻസ് എന്നോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഹോള് കിട്ടിയിട്ടുണ്ട്, 4-5 പേരെ വിളിച്ചിരുത്താം, മാഡം വരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തപ്പോ തുടങ്ങിയ മഴ കുമ്പളങ്ങി മഴ പെയ്തു. അവിടെ എത്തിയപ്പോ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെക്കാൾ നന്നായി പ്രിൻസ് ഓർക്കുന്നുണ്ട്. കണ്ണ് രണ്ടും ചുവന്ന് വിറച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയപ്പോ പ്രിൻസ് എന്നോട് പറഞ്ഞു, ഈ കോലത്തിൽ അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പ്രിൻസെ ഞാൻ കേറും, പക്ഷേ അടുത്ത വർഷം പ്രിൻസ് ഒരു മീറ്റിംഗ് സെന്റർ നടത്തുമ്പോ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും പ്രിൻസെ, മഴ കൊള്ളൂല്ല ഞാനെന്ന് പറഞ്ഞു. ആ വാക്ക് 2018 പാലിച്ചു. ഇല്ല പാലിച്ചില്ലേ? പാലിച്ചു. പക്ഷെ എന്നിട്ടും കുറെ ആളുകൾ നമ്മളോടൊപ്പം ബിസിനസ്സിലേക്ക് വന്നില്ല. എനിക്ക് ഒരു സങ്കടവും തോന്നിയില്ല. നോ കേൾക്കണം.
എന്താണെന്നറിയോ, നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി പറയാനായിട്ട് MI പറയാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ MI ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഇഷ്ടറേ? എന്ത് ചെയ്യും? ഓൾറെഡി അവർ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, പിന്നെ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അവിടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ല എന്നറിയുന്നിടത്ത് അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ വിജയം. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. ഇനി നിങ്ങളോടൊപ്പം ആളുകൾ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നാൽ നന്നാവൂല എന്ന് അവരുടെ മനസ്സിൽ തോന്നിയിട്ടാ വരാത്തെ. ആണോ അല്ലയോ? MI കൊള്ളാഞ്ഞിട്ടാണോ ആളുകൾ വരാത്തെ? പ്രോഡക്റ്റ് കൊള്ളാഞ്ഞിട്ടാണോ വരാത്തെ? ആര് കൊള്ളാഞ്ഞിട്ടാ വരാത്തെ? ഞാൻ കൊള്ളാഞ്ഞിട്ടാ. എന്റെ കൂടെ തുടക്കത്തിൽ ആളുകൾ വരാഞ്ഞതെങ്കിൽ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും നമ്മൾ എന്ത് ചെയ്തു? പോളിഷ് ചെയ്തു, കട്ട് ചെയ്തു, നമ്മുടെ കുഴപ്പങ്ങളെ സാധൂകരിച്ചു. ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. ഇപ്പോഴും ചില സമയങ്ങളിൽ ഇടയ്ക്ക് മാത്രം ദേഷ്യം വരും. എന്താണെന്നറിയോ, നമ്മുടെ ബേസിക് ഒരു നേച്ചർ ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്തു? ലീഡേഴ്സ് ക്ഷമയോടുകൂടി പരിഹരിച്ചു. പതിയെ 1 ഡേ പ്രോഗ്രാമിലൂടെയും 2 ഡേ പ്രോഗ്രാമിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിൽ വികസിച്ചെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ ഒരു 6000 രൂപ ചോദിക്കുമ്പോഴേ 6000 രൂപയ്ക്ക് 3 കഴിഞ്ഞ ദിവസം ഞാൻ പോയി വയനാട്, 7,000 രൂപ 7,000 രൂപയ്ക്ക് 3 ദിവസത്തെ ട്രെയിനിങ് എന്തിനാന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ മാറ്റി പുതിയൊരു നമ്മളെ, സലിംകുമാർ പറയണ മാതിരി നമ്മൾ ഇങ്ങനത്തെ ഞാനല്ല, വേറൊരു ഞാനുണ്ടെന്ന് തെളിയിക്കുന്ന രൂപമാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്തുണ്ടാക്കാൻ പറ്റും? വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ഇൻഡസ്ട്രി. 2,10,000 മേടിച്ചപ്പോ പറഞ്ഞ കഥ കണ്ടിന്യൂ ചെയ്തില്ല. എന്റെ ഉമ്മീനെ കാറിൽ കയറ്റാൻ ആളുകളുടെയൊക്കെ റിലേറ്റീവ്സിന്റെ ഒക്കെ മുന്നിൽ ഒരു കാറ് എന്റെ ഉമ്മയെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കാറ് മേടിക്കുമ്പോൾ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ 7 ദിവസം ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. 8ാമത്തെ ദിവസം മുതൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ 8 വർഷമായിട്ട് കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുന്നു. പല ആളുകളും പറയും വണ്ടി ഓടിക്കാൻ പേടിയാണ്, റോഡിൽ വീണാലോ. എന്റെ ആവശ്യമായിരുന്നു. കാര്യം എന്താ? എനിക്ക് ഓടിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ 7 ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചെങ്കിൽ 7 വർഷമായിട്ട് ലൈസൻസ് എടുക്കാത്ത പല ആളുകളും, ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാത്ത പല ആളുകളും നമുക്കിടയിലുണ്ട്. ഈ ബിസിനസ് നമുക്ക് എന്താ തരുന്നതെന്ന് വെച്ചാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? നമ്മളെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു ഇന്നർ പവർ ഉണ്ട്. ഈ പവറിനെ പുറത്തു കൊണ്ടുവരാൻ ആർക്കേ പറ്റുള്ളൂ? ഒരു ലീഡർക്കും പറ്റില്ല, ഒരു ട്രെയിനിങ്ങിനും പറ്റില്ല. ആർക്കേ പറ്റുള്ളൂ? നമ്മൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇതിന് ലോക്കിട്ട് വെച്ചേക്കുവാന്നേ. ആരുടെ പേര് പറഞ്ഞ്? ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, അമ്മായിയമ്മയുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്. നമ്മളുടെ സ്വപ്നത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാ? നമ്മൾ അവരെ ഏൽപ്പിച്ചേക്കുക. പക്ഷെ നമ്മുടെ സ്വപ്നത്തിന്റെ താക്കോൽ ആരുടെ കയ്യിൽ വേണം? നമ്മുടെ കയ്യിൽ വേണം. ആദ്യമൊക്കെ പൂട്ട് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ ഇത് തുറന്നിട്ട് നല്ല വാതായനങ്ങൾ തുറന്ന് നല്ല എന്താ പറയാ, ഫ്രിഡ്ജ് തുറക്കുമ്പോ കിട്ടുന്ന അനുഭൂതി ഉണ്ടല്ലോ. എന്താ, ഫ്രിഡ്ജ് തുറന്നിട്ടില്ല നിങ്ങൾ? നല്ല ചൂടെടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി ഫ്രിഡ്ജ് തുറക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ? വീട്ടിലെ AC വെക്കാത്തോണ്ടാ. വീട്ടിലെ AC ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല? ആ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ? പറ്റുമോ അമ്പികെ? ഇല്ല. അമ്പിക ആലോചിക്കാം, ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു സുഖം കിട്ടും. ഈ സുഖത്തെക്കാൾ വലിയ സുഖമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? MIയിലൂടെ വരുമാനം കിട്ടി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം മേടിക്കാനും, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാറുകള് നമ്മൾ പോലും ഓടിച്ചു നോക്കാതെ ബുക്ക് ചെയ്യാനും അതിനകത്ത് കയറി നടക്കുമ്പോ ഒക്കെ ഭയങ്കര സുഖമാണ്. പക്ഷെ അത് മറ്റുള്ളവർ ഓടിക്കുമ്പോ ഇല്ലേ അത്ര സുഖമൊന്നുമില്ല. കണ്ടോ? മുമ്പ് ഞാൻ കുട്ടിക്കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, ഈ കാറിൽ എന്തിനാ ഒറ്റക്ക് പോണേ? 4 പേർക്ക് ഇരിക്കാൻ പറ്റൂലേ? ഇല്ലേ? തോന്നിയിട്ടില്ലേ? തൊണ്ട വയ്യ, കുറെ ദിവസമായിട്ട് ഇത് തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഹൈ പ്രൊഫൈലിലേക്ക് മാറുമ്പോഴാണ് ആരും ഓടിച്ചു പോകുന്നത്? നമ്മൾ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മിഥുന സിനിമയില് മോഹൻലാല് ടൂർ പോയ പോലെയാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ യാത്ര. ആരുടെയെങ്കിലും കാറില് കാലും മടക്കി വെച്ച് കയ്യും മടക്കി വെച്ച് അല്ലേ? അങ്ങനെ പോയിട്ടില്ലേ? പക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാന്ന് തോന്നുന്നു. ഇത് പറഞ്ഞാട്ടെ ഞാനെന്തോ പുതിയ കാര്യം പറഞ്ഞാൽ എല്ലാവരും എന്നെ രൂക്ഷമായി നോക്കും. ശരിയല്ലേ? ആ സാഹചര്യത്തിൽ ഇന്ന് ഡ്രൈവ് ചെയ്ത് കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ആ ലെവലിലേക്ക് എന്റെ മനസ്സിനെ ഉണർത്തിയ, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. അതിന്റെ ഒരു കുഞ്ഞു വിത്ത് തരാനാണ് നിങ്ങളുടെ കയ്യിൽ വന്നതെങ്കിൽ ആ വിത്ത് ഞാൻ നട്ട പോലെ, ഞാൻ വളർത്തിയത് പോലെ അല്ല. ഇവിടെ നമ്മൾ അവിടെ വെച്ചാൽ കിളുക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ വെക്കണ്ടെന്നേ. നിങ്ങളോട് ഞങ്ങൾ പറയാം, ആ മണ്ണ് ശരിയല്ല, അവിടെ വെക്കല്ലേ മോനെ, അതിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറയുമ്പോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചാൽ 2 കൊല്ലം പോകും. അപ്പൊ ഒരു ലീഡർ പറയുമ്പോ അവൻ ചിലപ്പോ നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവനായിരിക്കാം, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവനായിരിക്കാം, പക്ഷെ ഈ ബിസിനസ്സിൽ അവൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആണോ അല്ലയോ? അവര് പറയുവാണ് അവിടെ വെക്കേണ്ട സാറേ, ഇപ്പൊ കണ്ടാ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ, ഇവിടെ വെച്ചോന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും, അമ്പലത്തിൽ നിന്ന് തീർത്ഥം മേടിച്ചിട്ടുണ്ടോ നിങ്ങള്? തീർത്ഥം
പള്ളിയിൽ നിന്ന് ഓസ്തി ഇതൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടാണോ നാവ് നീട്ടണേ? അച്ഛൻ തരുമ്പോ അയ്യോ ഞാനത് നോക്കട്ടെ അച്ഛൻ അതിനകത്ത് വല്ലതും ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ടാണോ നിങ്ങൾ വാങ്ങുന്നത്? അല്ലല്ലോ, തീർത്ഥം വാങ്ങിച്ചാൽ നിങ്ങൾ നോക്കുമോ അതിനകത്ത് വല്ലതും ഉണ്ടോന്ന്? എന്താ ചെയ്യുന്നത് നമ്മള്? അപ്പൊ തന്നെ കുടിക്കും. അതേപോലെ കുടിക്കാൻ പറ്റിയ ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് എംഐ. അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു മായം ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു കാര്യം വിചാരിക്കുക, നമ്മളുടെ ഡ്രീം എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഇതൊന്നും ഒരു അപ്ലൈനും അറിയില്ല. നിങ്ങൾ ഇന്ന് തന്നെ ഈ ബിസിനസ് ശക്തമായി ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ അപ്ലൈന്റെ അടുത്ത് പോയിരുന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ അടുത്ത വർഷം പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രീമിലേക്ക് നിങ്ങൾ എത്താൻ പറ്റും. ഇതിപ്പോ ഉണ്ടല്ല പുഷ് എന്ന് എഴുതിന്റെ അടുത്ത് പുള്ള് ഇല്ലേ സാറേ? പുഷ് എന്ന് പറഞ്ഞാൽ എന്താ? തള്ളുക. പുള്ള് എന്ന് പറഞ്ഞാ വലിക്കുക. ഈ പുഷ് എന്ന് എഴുതിയുടെ അടുത്ത് പോയി വലിച്ചാൽ എന്ത് പറ്റും? എന്ത് പറ്റും? ഡോർ കുറയൂല. ശരിയല്ലേ? ഇത് ഞാൻ കുറെ നാള് പുഷ് എന്ന് പറയുമ്പോ പുള്ളു. അപ്പൊ എന്ത് പറ്റി? എന്റെ കൂടെ ബിസിനസ് വന്നവരൊക്കെ ഇന്ന് 2 ഐഡിയ ITC ആയപ്പോ ഞാൻ ഉന്തും തള്ളും ഒക്കെ നടത്തി ഇടിയും അലമ്പും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോലും കമ്പനിയുടെ കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ ആയി. പക്ഷേ ഇന്ന് നിങ്ങൾ വന്ന ആളുകൾ, നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്ത വ്യക്തികളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും മുന്നോട്ട് എങ്ങനെ പോകണമെന്നും അതിന് എന്തൊക്കെ വേണമെന്നും നിങ്ങളോട് പറയുമ്പോ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം പോലെ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഓസ്തി പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സാവരിച്ച് അത് നിങ്ങൾ കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നാളെ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളെ പരിഹസിച്ച ആളുകളുടെ മുന്നിൽ നിങ്ങൾ ഇന്നസെന്റ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കാറിൽ പോകണമെന്ന് ആര് തീരുമാനിക്കണം? നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഇപ്പോഴും എന്റെ നാട്ടില്, എന്റെ വീട് ചമ്മനാടാണ്. എരമല്ലൂർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് അവിടെ ഒരു ഭദ്രകാളി ടെമ്പിൾ ഉണ്ട്, ചമ്മനാട് ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിൽ നിറയെ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന മണ്ണില്ലേ അമ്പലപ്പറമ്പില്, അവിടെ കുറെ ചേട്ടന്മാർ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. മുമ്പ് ഞാൻ അങ്ങോട്ട് പോകുമ്പോ എത്ര മണിക്ക് പോയി എത്ര മണിക്ക് തിരിച്ചു വരുന്നു എന്ന് നോക്കാനിരിക്കുന്ന ചേട്ടന്മാർ അവിടെ ഇരിക്കുമ്പോഴും ഞാൻ ആദ്യത്തെ കാറ് കഴിഞ്ഞു, 2ാമത്തെ കാറ് കഴിഞ്ഞു, ഇപ്പൊ 3ാമത്തെ ഇലക്ട്രിക് കാറിൽ നടക്കുമ്പോഴും ആ ചേട്ടന്മാർ അവിടെ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകളുണ്ട് ഈ മണ്ണും കലുങ്കും ആൽത്തറയൊക്കെ സംരക്ഷിക്കാൻ. അവരെയൊന്നും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് കടിഞ്ഞാണിടണ്ട. അവരവിടെ തന്നെ ഇരിക്കും. ഇന്നിപ്പോ പല ആളുകളും ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ എന്നോട് ചോദിക്കും എന്റെ ഭാര്യക്കും കൂടെ ഒരു ജോലി കൊടുക്കുമെന്ന്. മുമ്പ് ചേട്ടന്മാര് ചോദിച്ച ഡയലോഗ് ഉണ്ടല്ലോ, നല്ല രസമുള്ള ഡയലോഗായിരുന്നു. അതിവിടെ പുറത്തു പറയാൻ കൊള്ളൂല. ഒരു ചേട്ടനെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ 4ഓ 5ഓ തവണ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഭാര്യനെയും കൂടെ വിട്, ഞാൻ ചെയ്യുന്ന പണി ചെയ്താൽ പകുതി കൊടുക്കാം. എന്ത് പണിയാണെന്ന് അവർക്കറിയില്ലല്ലോ, നമ്മുടെ കൂടെ പണി നമുക്കല്ലേ അറിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്ന് പറയുന്നത് എന്റെ വൈഫിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ വിളിക്കാഞ്ഞേ, നീ ഇവിടെ ഇല്ലേ, നിന്നെ ഞാൻ കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കണേ. സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമുള്ളതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ വിചാരിക്കും മൂലയെ കെട്ടി താഴോട്ട് ഇറങ്ങിയപ്പോ ഈ കോട്ടൊക്കെ ഇട്ട് ഇവിടെ വന്ന് നിന്നേന്ന്. അല്ലെന്നേ, ഇവിടെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പുറകിലിരുന്ന് ഒരു ഗസ്റ്റ് പോലും വരാനില്ലാതെ ആ പുറകിലിരുന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോയ ഒരുപാട് മാസങ്ങളും വർഷങ്ങളും എനിക്ക് ഉണ്ടായെങ്കിൽ ഇന്നിവിടെ നിൽക്കുമ്പോ കേരളത്തിന്റെ ഏത് ജില്ല എടുത്ത് നോക്കിയാലും ഒരാളെങ്കിലും എന്റെ ടീമിലുണ്ടാവും. അതാണ് പവർ. എവിടെ ചെന്ന് നിന്നാലും വണ്ടി ഒരു കംപ്ലൈന്റ് ആവുകയോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വിളിച്ചാൽ വരും. 2 നമ്പറെങ്കിലും എന്റെ ഫോണിൽ സേവ് ആണ് എല്ലാ ജില്ലയിലും. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയിലും കാണാത്ത ഒരു പ്രൊട്ടക്ഷനും കൂടെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത അജയ്, നിങ്ങൾക്ക് കണ്ടിട്ട് വല്ല കുഴപ്പമൊന്നും തോന്നിയോ? ചെക്കനെ കണ്ടിട്ട് ഉണ്ടോ? കള്ളു കുടിച്ചിട്ടാണോ നിൽക്കുന്നതെന്ന് തോന്നിയോ? അല്ലെങ്കിൽ MDMA അടിച്ചിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയോ? ഇല്ല. ഈ ബിസിനസ്സിൽ അജയ് വന്നതുകൊണ്ട് മാത്രം ഇന്ന് സമൂഹത്തിന് ഉത്തമമായ ഒരു പൗരനാക്കി മാറ്റാൻ ഈ ഇൻഡസ്ട്രി സഹായിച്ചു. ഇല്ലെങ്കിൽ ഇവരും പോയാലും പൈസ കിട്ടുന്ന MDMA പുറകെ ഇനി പോവോ അജയ്? പോവില്ല. നമ്മുടെ കുട്ടികളും നമ്മളുടെ തലമുറയും പുതിയ തലമുറയിൽ പോകുന്നത് എന്തിനാണെന്നറിയാവോ? വേറൊന്നുമല്ല, അവകാശങ്ങൾ നിഷേധിക്കും. ഞാൻ പോസിറ്റീവ് അജയ് എന്റെ ആൾക്കാരല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, വേറെ എല്ലാവരും പറഞ്ഞ ഇടിയിട്ടില്ല. അല്ല, സീരിയസ്ലി നമ്മുടെ സ്വപ്നങ്ങൾക്കുള്ള പൈസ കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ എന്ത് ചെയ്യുന്നത്? മദ്യപാനത്തിന്റെ പിന്നാലെയും കഞ്ചാവ് വെച്ച് കച്ചവടം. നമ്മുടെ കുഞ്ഞു കുട്ടികളല്ലേ പോകുന്നത്, നമ്മുടെ മക്കളല്ലേ ഇപ്പൊ പോകുന്നത്. കാര്യം എന്താ? അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്ന കുറെ അച്ഛനും അമ്മയോടൊക്കെ പറയാനുള്ളത് കുറെ പറമ്പും വീടൊന്നും ഉണ്ടാക്കിയിടലല്ല. മക്കളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വീട്ടിലൊരു അറ്റ്ലീസ്റ്റ് കാറെങ്കിലും മേടിച്ചു കൊടുത്താൽ ഒരു കാറ് കാണിക്കുമ്പോ മകൾ കാറുകാരന്റെ പുറകെ പോവില്ല. പോവോ? മൊബൈലിനകത്ത് വാട്സപ്പിനകത്ത് ഹായ് അയച്ചിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോ പെണ്ണുങ്ങളാരും പോവില്ലെന്നേ. ഭർത്താവ് മര്യാദ നോക്കിയാ പോവോ? ഈ പറഞ്ഞ പെണ്ണുങ്ങൾ നോക്കാതെ പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ കാശുണ്ട് 10,000 15,000 രൂപ വന്നാല് ആണുങ്ങൾ ഈ പറഞ്ഞ മാതിരി ആണുങ്ങളും പോവൂല. നമ്മുടെ ഈക്വാലിറ്റി എന്ന് ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ സഹോദരനും നമ്മുടെ അച്ഛനും
ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് ഇക്വാലിറ്റി, അല്ലാതെ അവരെ വെല്ലുവിളിക്കുക എന്നുള്ളതല്ല, ശബരിമലയിൽ പോകുക എന്നുള്ളതല്ല. ആണോ? എന്റെ വീട്ടിൽ ഞാൻ ഒരു കാറ് വാങ്ങിച്ചപ്പോ ആ താക്കോല് കൊടുത്തത് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലല്ല പ്രിൻസേ. ആദ്യത്തെ കാറ് മേടിച്ചപ്പോ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഗൾഫിൽ പോയപ്പോ കാറ് മേടിക്കണമെന്നുള്ളത്. എന്റെ ആദ്യത്തെ കാറ് 12 ലക്ഷം രൂപയുടെ കാറാണ്. അതിനുശേഷം മേടിച്ച എന്റെ ഇരട്ടി വിലയുള്ള 25 ലക്ഷം രൂപയുടെ കാറാണ്. ഇപ്പൊ ഞാനൊരു EV വണ്ടിയിൽ നടക്കുന്നു, വേറെ ഒന്നിനുമല്ല. EV വണ്ടിയൊക്കെ ഓടിക്കണേന്റെ സുഖം എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ബേസ് എടുത്തിട്ട് ഓടിച്ചു നോക്കാണ്. ഇനി EVയുടെ എക്സ്ട്രീം ലെവലുള്ള വണ്ടി ഏതാണ്, 500 മൈലേജ് ഉള്ള വണ്ടി ഏതാണെന്ന് ഞാൻ ഇപ്പോഴേ നോക്കി നടക്കുന്ന ലെവലിലേക്ക് മനസ്സിനെ ഉയർത്തിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്ക് തന്നു. ഇന്നിവിടെ വളരെ മനോഹരമായി തന്നെ അജയ് സാറ് നിങ്ങളുടെ മനസ്സിലേക്ക്, ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലേക്കും എത്തുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തു. ദൈവത്തിന്റെ പാതി ഇവിടെ വെച്ച് കഴിഞ്ഞു. ശരിയല്ലേ? ഒരു വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ലോൺ എടുത്തിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? ഹൗസ് ലോൺ എടുക്കുന്ന എത്ര ആളുകളുണ്ട്? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കൈ ഉയർത്താവോ? വീടിന്റെ ലോണ് ഇല്ലേ? സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ബാങ്കുകാർ വിളിക്കും. ഇനി ആ ഒരു വീടിന് പകരം ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോ ചെറിയ വീടാണെങ്കിൽ പോലും എന്റെ ഒരു വീട് 1000 സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു വീട് EMIയുടെ വീക്കിലി ഇൻകം കൊണ്ടുവയ്ക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മക്കളെ പഠിപ്പിച്ചിട്ട് മക്കൾക്ക് വലിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കൊടുത്തിട്ട് കുട്ടികൾ 5, 10, 15 വർഷം ജോലി ചെയ്യുന്നതിനകത്ത് 5000, 10000 ബാങ്കിലേക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്റെ മോൾ 1 രൂപ പോലും ബാങ്ക് ലോൺ ഇല്ലാണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ പവർ കൊണ്ട് പഠിപ്പിച്ചു. വേറെ ഒന്നുമല്ല, നാളെ നോമിനേഷൻ ഫെസിലിറ്റി ഇവിടെ അജയ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു നിങ്ങളോട്. ശരിയല്ലേ? ആഴ്ചയിൽ 2,14,000 ഒന്നും വേണ്ടപ്പാ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ പല്ല് തേച്ചാലും കുളിച്ചാലും മാസം ഒരു 10,000 രൂപ ഞാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കിട്ടിയാലും അമ്മ എന്ന രീതിയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കും. കാരണം EMIക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണീര് നാളെ എല്ലാ ബുധനാഴ്ചകളിലും എന്റെ ഫാമിലിയിലേക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തില് ഈ ഇൻഡസ്ട്രി ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുവാണ്. ഇവിടെ മനോഹരമായി തന്നെ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്തിരുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്തത് അല്ലെ? കാരണം എക്സ്പീരിയൻസ്. ആ അടവ് കുറെ പഠിച്ചവനാ അവിടെ നിന്ന് പറഞ്ഞത്. അവൻ ഫീൽഡിൽ പോയി ഒരുപാട് പണിയെടുത്തത് കൊണ്ടാണ് എന്ത് ഇത് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരു തപ്പലും ഇല്ലാതെ അജയ് ഇവിടെ വളരെ മനോഹരമായി ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങോട്ട് അജയ്ക്ക് ഒരു കയ്യടി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. മുമ്പ് ഒരു പെണ്ണ് പോലും ഇല്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിയപ്പോ എന്നെ ഇന്ന് വിളിച്ചത് ജിൻസിയ. നല്ലൊരു കയ്യടി കൊടുത്തേ. ശാക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? എന്റെ ഓരോ സഹോദരന്മാരുടെ ഓർഗനൈസേഷൻ 1ലും ഓർഗനൈസേഷൻ 2ലും ഒറ്റ സ്ത്രീ ആഴ്ചയിൽ 2,14,000 മേടിച്ച എന്റെ സഹോദരന്മാർക്ക് സീലിംഗ് കിട്ടും. കിട്ടൂലേ? അതാണ്. ഇനി ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. ഇവിടെ ഒരു മുന്താസ് മാഡം വളരെ എനർജറ്റിക് ആയിട്ട്, എനിക്ക് മാഡത്തിന് ഭയങ്കര എനർജി ഭയങ്കര ഇഷ്ടമാണ്. ആ എനർജി ലെവലിൽ പറഞ്ഞു. മാഡത്തിനോടൊപ്പം കുറെ ആൾക്കാർ വന്നു. അതേപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ഒരുപാട് ലീഡേഴ്ഷിപ്പ് ഉണ്ട്. കോഴിക്കോട് നിന്ന് വന്നിട്ട് ഒരു സാറ്, ഞാൻ കോഴിക്കോട് നിന്ന് വന്ന ഹലോ കൊച്ചി എന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നാളെ ഞാൻ കോഴിക്കോട് ഉണ്ട് കേട്ടോ സാറേ. ഇന്ന് എറണാകുളത്താണെങ്കിൽ നാളെ ഞാൻ കോഴിക്കോട്. സാറ് പൊളിക്കാം നമുക്ക് അവിടെ. അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യും? കോഴിക്കോടൊക്കെ പോയി. എന്തുകൊണ്ട് കോഴിക്കോട് പോയും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പോയി പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആത്മവിശ്വാസം കൂടി, നമ്മുടെ കയ്യിലെ വരുമാനം കൂടി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മുടെ ഭയമില്ലാതെയാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. എന്തായാലും ഇവിടെ എടുത്തു പറയാനായിട്ട് 2 നാഷണൽ ടീം കോർഡിനേറ്റർ ഉണ്ട്. നമ്മളുടെയൊക്കെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പാവ മനുഷ്യനാണ് നമ്മുടെ ജിൻഡോ സാറ്. ഒരു നല്ല കയ്യടി കൊടുക്കണം. ഭയങ്കര ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. എന്നെ പോലെ തന്നെ അത്ര വലിയ ക്ഷമയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സജി സാറും പൊളിയാ. 2 നാഷണൽ ടീം കോർഡിനേറ്റർ ആണ് എറണാകുളം ഇന്ത്യയിൽ നിന്ന്. ഞങ്ങളെ പോലെ എണ്ണത്തിൽപ്പെട്ട ആൾക്കാരാണ്. പ്രതികരിക്കേണ്ടത് ഞങ്ങൾ എടുത്ത കാലം ലീഡറാണെന്നൊക്കെ ചില സമയത്ത് ഞങ്ങൾ ചൂട്ടൊക്കെ പോയിട്ടല്ലേ സാറേ? ചില സമയത്ത് സാറ് വീണ്ടും കുമ്പിട്ടിരിക്കും. വെറുതെ കേട്ടാ, പാവമാണ്. കാര്യം ഇവിടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്യുന്നവർ 2 പേരും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നതാണ്. ലിൻഡോ സാറിന്റെ പേര് വെച്ചെങ്കിലും സജു സാറും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ട് വഹിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് ബ്രാൻഡ് ന്യൂ എത്തിയ എല്ലാ ആളുകൾക്കും, ATC മാർക്കും, DTC മാർക്കും, ZDC മാർക്കും, STC മാർക്കും, RTC മാർക്കും, എസ്പെഷ്യലി ഞങ്ങളുടെ അതിഥികളായി എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു തീരുമാനമെടുക്കാനുള്ള പുതിയ ശക്തിയും സർവശക്തനായി നിർത്തുന്നു. ജയ് മലേശ്വർ. താങ്ക് യു.